Hello guys. ഹാപ്പി ആയിട്ടുള്ളവരൊക്കെ ചിരിച്ചോണ്ട് മിസ്സിനെ നോക്കി യെസ് മിസ് എന്ന് പറഞ്ഞേ. ആണോ? യെസ് മിസ്, ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. എന്താടാ സെറ്റാണല്ലോ, ഹാപ്പി ആണല്ലോ. മക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് എന്താണ് സാറ് പ്രത്യേകത? നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് ക്ലാസ് പോലെയാണോ? അല്ല, ഇന്ന് വെറൈറ്റി ആണ്. എന്താണ് നമ്മുടെ കൂടെ യൂട്യൂബ് മക്കൾസ് കൂടെ ഉണ്ട്. ഹലോ യൂട്യൂബ് മക്കൾസ്, ഹായ് 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 ഹായ്. മക്കളെ, വിദ്യാഭ്യാസ രഞ്ജിത കുട്ടി മിസ്സിനെ അറിയോ? യെസ്. അപ്പൊ വേഗം യൂട്യൂബ് മക്കൾസ് എന്ത് ചെയ്യാം? മിസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് ആപ്പിളൊക്കെ തന്നേടാ. മിസ്സിന് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് അല്ലേ സാറേ? അതിന് ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, ഇഷ്ടമുള്ള ആപ്പിൾ മിസ്സിന് തന്നോളൂ. ഓക്കെ ആണോ? യെസ്. വേഗം നോക്കിയേ. വരുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് തുടങ്ങും. മിസ്സിന് ആദ്യമായിട്ട് മിസ്സിന് ആപ്പിൾ തന്നത് ഇഷാൻകുട്ടനാണ് കേട്ടോ. ഇഷാൻകുട്ടൻ, ഹർഷിത. മുന്തിരി, ചെറി, സ്ട്രോബെറി എല്ലാം ഇവിടെ തേങ്ങ വരെ തന്നിട്ടുണ്ട്. ഓക്കെ, മിസ്സിന് തേങ്ങ വരെ തന്നിട്ടുണ്ട്. അടിപൊളി മക്കളായിട്ട് പഠിക്കാൻ പോവാണ്. ആരുടെ സ്റ്റോറിയാണ് പറയുന്നത്? വേഗം മക്കളെ ഒന്ന് വേഗം ചാറ്റ് ബോക്സിൽ ഇട്ട മിസ് നോക്കട്ടെ ഓർമ്മയുണ്ടോന്ന്. കുട്ടിയാട്ടോ യൂട്യൂബ് മക്കളുടെ കമന്റ് നോക്കിയ സാറൊന്ന്. വന്നു കഴിഞ്ഞു. ആരുടെയാടാ? കുഞ്ഞിച്ചിരുത. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുഞ്ഞിച്ചിരുതയുടെ ഫ്രണ്ട് വിളിക്കുന്ന പോലെ കുഞ്ഞിച്ചിരുത. കൊച്ചിയിലോ കുഞ്ഞിച്ചിരുത കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിച്ചിരുതയുടെ ചാപ്റ്റർ ഉണ്ട്. ഇനി കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. നമ്മൾ പഠിച്ചില്ലേ പല കളേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത്? നമ്മുടെ ഫ്രണ്ട്സിന്റെ കളറായാലും നമ്മള് എല്ലാ കളറും എർത്തിന്റെ കളറാണെന്ന് പറയുന്ന ഒരു ഫോം പഠിച്ചു. ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ക്രോബോയ്. ആരുടെ ചാപ്റ്റർ ആണ് ക്രോബോയ്? വേഗം കമന്റ് ചെയ്തേ. ആരുടെ ചാപ്റ്റർ ആണ് ക്രോബോയ്? ആദ്യം നോക്കാൻ മിസ്സിന് പറ്റിയില്ലടാന്നറിയാം. മെറിൻകുട്ടി പറയുന്നുണ്ട്. ഷംസുദ്ദീൻ, ബിജുക്കുട്ടനൊന്നും വിളിക്കാൻ പറ്റില്ല, ബിജു അച്ഛന്റെ പേരായിരിക്കും. ഒരുപാട് പേര്. റിയാൻ ജോൺ പറയുന്നുണ്ട്. അതുൽ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ജോബി, കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ടെക്നിക്ക് മിസ് ഒരു ടെക്നിക്ക് പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പാസേജ് കിട്ടിയ ഉടനെ പാസേജിന്റെ അടിയിലേക്ക് വരിക. അടിയിൽ വരുമ്പോ ഒരാളിങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ആരാണ് നോക്കി നിൽക്കുന്നത്? സാർ അതാരാണ് നോക്കി നിൽക്കുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ആരാണ് നോക്കി നിൽക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കി നിൽക്കുന്നുണ്ടാവും. ക്വസ്റ്റ്യൻസ് നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? പാസേജിന് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. നമുക്ക് ഒരു ജാഗ്രത അവിടെ വെയിറ്റ് ചെയ്യും എന്ന് പറയാം. അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ ആദ്യം ആരുടെ അടുത്തേക്ക് പോകണം? രണ്ടാമത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ അടുത്തേക്ക് പോകണം. ഓക്കെ ആണോ? ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസിന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും വായിക്കാം. ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് എന്താണോ ചോദിച്ചിരിക്കുന്നത് ആ വേർഡ് മാത്രം തലയിലേക്ക് കയറ്റിയിട്ട് പാസേജ് വായിച്ചാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ള ചാൻസ് ആണ്. Which of the names given below are the characters in the books written by Mark Twain? അപ്പൊ മാർക്ക് ട്വെയിന്റെ ബുക്കിലെ ക്യാരക്ടേഴ്സിന്റെ പേരെന്താണ്? അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് കേട്ടിട്ടോ? ക്യാരക്ടേഴ്സിന്റെ പേര് എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാരക്ടേഴ്സിന്റെ പേര് വേഗം മനസ്സിൽ കേട്ടിയേ. തിരിഞ്ഞോണ്ടിരിക്കുകയാണെന്നാണ് സാറ് പറയുന്നത്. നിർത്താതെ കറങ്ങുകയാണെന്നാണ് സാറ് പറയുന്നത്. അപ്പൊ മിസ് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ആരും ഇപ്പൊ വായിക്കണ്ട. മിസ് ഒരു ടെക്നിക്ക് പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പാസേജ് കിട്ടിയ ഉടനെ
പാസേജിന്റെ അടിയിലേക്ക് വരിക. അടിയിൽ വരുമ്പോ ഒരാളിങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ആരാണ് നോക്കി നിൽക്കുന്നത്? കിട്ടി എന്നാണ് കുറെ പേര് പറയുന്നത്. മിസ് ഒരു കാര്യം ചെയ്തുതരാം. മിസ് ഒരു കാര്യം ചെയ്തുതരാം. ഓപ്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഓപ്ഷൻ കാണിച്ചു തരാം. ഇനി ആൻസർ ചെയ്തോ. എ ആണോ? മാർക്ക് ട്വെയിൻ ആൻഡ് സാമുവൽ ക്ലെമൻസ് ആണോ? സാമുവൽ ക്ലെമൻസ് ആൻഡ് ടോം സ്വയർ ആണോ? ഹക്കിൾബെറി ഫിൻ ആൻഡ് മാർക്ക് ട്വെയിൻ ആണോ? ടോം സ്വയർ ആൻഡ് ഹക്കിൾബെറി ഫിൻ ആണോ? കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. നോക്ക് 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 നോക്ക്. നോക്ക്, കിട്ടിയോ കിട്ടിയോ? ഈ പേരുകളൊക്കെ കാണുന്നുണ്ടോ? നോക്കിയോ, 2 പേരുകൾ അടുപ്പിച്ച് കാണുന്നുണ്ടോ? കിട്ടി കിട്ടി കിട്ടി. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. സി ഓപ്ഷൻ ആണോ? കുറെ പേര് പറയുന്നത് സി ഓപ്ഷൻ ആണ്. കുറെ പേര് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്. കുറെ പേര് പറയുന്നത് എ ഓപ്ഷൻ ആണ് മിസ് എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ്, ഫുൾ കൺഫ്യൂഷൻ ആയി പോയല്ലോ. അപ്പൊ നമ്മൾ നോക്കാൻ പോവാം കേട്ടോ. നോക്കിക്കോളൂടാ, ഇവിടെ നോക്കിക്കോളൂ. His famous books are The Adventures of Tom Sawyer and The Adventures of Huckleberry എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോക്കിക്കോളൂ. These stories are about 2 boys. 2 boys, 2 characters എന്ന് പറയുന്നത് 2 എന്നുള്ള വാക്ക് ആലോചിച്ചാൽ മതി. 2 characters ആരൊക്കെയാണ്? ടോം സ്വയറും ഹക്കിൾബെറി ഫിന്നും. ഇനി ഓപ്ഷനിലേക്ക് വന്നേ. ടോം സ്വയറും ഹക്കിൾബെറി ഫിന്നും. ഏതാണ് ഓപ്ഷൻ? ടോം സ്വയറും ഹക്കിൾബെറി ഫിന്നും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ. യൂട്യൂബ് കുറെ പേര് എ പറഞ്ഞു. എന്തിനാ എ പറഞ്ഞേ? നിങ്ങൾ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ ഒരേപോലത്തെ പേരുകൾ വന്നത്. എന്താണ്? ടോം സ്വയർ ആൻഡ് ഹക്കിൾബെറി ഫിൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് 2 ക്യാരക്ടേഴ്സ് എന്നുള്ള ആ ഒരു തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫുൾ പാസേജ് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പാസേജ് വായിച്ചിരുന്നാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് മീനിങ് അറിയാത്ത വേർഡ് കാണുമ്പോഴേക്കും ഇത് എന്തൊരു കഷ്ടമാണ് പറഞ്ഞ ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കാം. നോക്കിക്കോ കേട്ടോ. Find out the word from the passage that means something that make you laugh. നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്നർത്ഥം വരുന്ന ഒരു വാക്ക് കണ്ടുപിടിച്ചേ. മിസ് പാസേജ് കാണിക്കാൻ പോണു. എടാ ജലീനെ, നീ ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. നോക്കിക്കോ, നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്നർത്ഥം വരുന്ന ഒരു വേർഡ് അതിലുണ്ട്. കണ്ണോടിച്ചൊന്ന് നോക്കിയേ. മനസ്സിരുത്തി വായിക്കേണ്ട, കണ്ണോടിച്ചൊന്ന് നോക്കിയേ. നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. കിട്ടിയോ കിട്ടിയോ കിട്ടിയോ? വേഗം ആൻസർ പറ. ഓ, അൻഷികയുടെ ഒക്കെ ഹാപ്പിനെസ് നോക്കി കിട്ടി മിസ്. ഷിയോൻ ഷൈജു കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. നൈലു റോസ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. രഞ്ജിത കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അടിപൊളി കേട്ടോ, അടിപൊളി അടിപൊളി അടിപൊളി. അങ്ങനെയാണെങ്കിൽ മിസ് ആ വേർഡ് കുറെ പേര് ചിരിക്കുക എന്നല്ല, ചിരിപ്പിക്കുന്ന ഒരു കാര്യം. ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ പറയില്ലേ? യു ആർ സോ എന്താണ്? നീ ഭയങ്കര ചിരിപ്പിക്കുന്ന ആളാണല്ലേ. യു ആർ സോ എന്താണ്? നമുക്ക് ഒരാളെ വിളിച്ചാലോ സാറേ? ആരെ വിളിക്കും നമ്മൾ? ആരാണ്? ശ്രാവണിക്കുട്ടീനാണ്. സാവനിക്കുട്ടീനാണ് വിളിക്കുന്നത്. സാവനിക്കുട്ടി, എന്താണ് ആൻസർ പറഞ്ഞോ? വേഗം പറ, ആൻസർ പറ. ഒരെണ്ണം മതി. ക്ലവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ളത്. ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ഇപ്പൊ പറഞ്ഞതിലുണ്ട് ഫണ്ണി. വെരി ഗുഡ് കേട്ടോ. അതെ, ഇവിടെ കിടക്കുന്നു ഫണ്ണി. നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന അർത്ഥം വരുന്ന വേർഡ് എന്താടാ? ഫണ്ണി. എത്ര പേർക്ക് ആൻസർ കിട്ടി? എനിക്ക് കിട്ടി. മിസ് പറഞ്ഞു യു ആർ സോ ഫണ്ണി. യു ആർ സോ ഫണ്ണി. നമ്മൾ പറയാനായിട്ട് ഭയങ്കര ഫണ്ണിയാ. ബൈ ബൈ. ഇൻ ദ വില്ലേജ് എന്നൊക്കെ